ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് കപ്പ വെച്ച് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ കപ്പ, ചീനി, പൂള അങ്ങനെ പല രീതിയിൽ പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു ഐറ്റം വെച്ചിട്ട് നമുക്ക് ചിക്കനോ ബീഫോ ഒന്നുമില്ലാതെ നല്ല അടിപൊളിയായിട്ട് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ വേഗം തന്നെ ഈ വീഡിയോ പോയി കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ ഞാനിതവിടെ കപ്പ നല്ല പോലെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ അങ്ങ് കൊത്തി അരിഞ്ഞെടുത്തേക്കുന്നതാണ്. ഒരുപാട് വലിയ കഷ്ണങ്ങളാക്കി എടുക്കുക. ഇതുപോലെ ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനാണ് ഞാനിവിടെ കുക്കറിലാണ് വേവിക്കാൻ പോകുന്നത്. അപ്പോൾ കുക്കർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ കഷ്ണങ്ങളും ഇതാ കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. കുക്കറിലോട്ട് മുഴുവനായിട്ട് മാറ്റിയതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ അളവിൽ എടുത്തേക്കുന്ന ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് കുറച്ചധികം വെള്ളം കൂടെ ചേർത്തതിന് ശേഷം നമുക്കൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. അപ്പം ഞാനിതിപ്പോൾ 2 വിസിലാണ് അടുപ്പിക്കുന്നത്. അപ്പോൾ ഓരോ കപ്പ ഓരോ രീതിക്കാവും വേവ്. അപ്പോൾ അത് കാരണം നോക്കിയിട്ട് വേണം തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പം ഞാനിതവിടെ വിസിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ 2 വിസിൽ കഴിഞ്ഞ് ഓഫാക്കി ഇടാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ 2 വിസിലും വന്ന് ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വേണ്ട സാധനങ്ങൾ ഞാൻ പറയാം. ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ചെറിയ തക്കാളി, പച്ചമുളക്, 4 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 2 അല്ലി വെളുത്തുള്ളി എടുത്തേക്കുന്നത്. വെളുത്തുള്ളി ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 അല്ലി വരെ എടുക്കാവുന്നത്. ഇത് വലുതായ കാരണം 2 എടുത്തേക്കുന്നത്. ഇനി രണ്ടും കൂടെ നമുക്ക് ഈ ഒരു ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ച് വെക്കണേ. രണ്ടും കൂടെ ഒന്ന് ചതച്ച് വയ്ക്കുക. ബാക്കി നമുക്കൊന്ന് അരിഞ്ഞ് വയ്ക്കുകയും ചെയ്യാം. ഇനി നമുക്കൊരു പാനിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അളവ് വെളിച്ചെണ്ണ ചേർക്കുക. അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ അളവ് കടുക് ചേർത്തതിന് ശേഷം 2 വറ്റൽമുളക് ഒന്ന് ഇതുപോലെ അങ്ങ് പൊട്ടിച്ച് ചേർക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്തതിന് ശേഷം അത് ചതച്ച് വെച്ചേക്കുന്ന ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നല്ല പോലെ അങ്ങ് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന രീതിക്ക് വരുമ്പോൾ നമുക്കിതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവാളയും പച്ചമുളകും കൂടെ ചേർക്കാവുന്നതാണ്. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ സവാള ചേർത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ സവാള നല്ല പോലെ അങ്ങ് വഴറ്റിയെടുത്തിട്ടുണ്ട്. വലിയ സവാളയാണ് എടുക്കുന്നുണ്ടെങ്കിൽ പകുതി എടുത്താൽ മതിയായിരിക്കും കേട്ടോ. ഇതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളിയും കൂടെ ചേർക്കാം. തക്കാളിയും കൂടെ ചേർത്തതിന് ശേഷം തക്കാളി നല്ല പോലെ അങ്ങോട്ട് വെന്ത് വരണേ, നല്ല സോഫ്റ്റായിട്ട് കിട്ടണം. അപ്പോൾ നമുക്ക് തക്കാളി ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് ഇതൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഒരു 2 സെക്കൻഡിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ നമ്മൾ തക്കാളിയൊക്കെ നല്ലപോലെ സോഫ്റ്റായിട്ട് അങ്ങോട്ട് വെന്ത് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലോട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ തക്കാളിയൊക്കെ നല്ലപോലെ ഞാനിവിടെ ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കാൻ ഞാനിവിടെ ഒരു 3/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയും കൂടെ ചേർക്കാവുന്നതാണ് കേട്ടോ. ഗരം മസാല വേണമെന്നുള്ളവർക്ക് ചേർക്കാമെന്ന് ഞാൻ ഇവിടെ ചേർത്തിട്ടില്ല. ഇനി ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിനി ഇതിലോട്ട് വേവിച്ച് വെച്ചേക്കുന്ന കപ്പ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ലപോലെ വെന്ത് കിട്ടണം കപ്പ കേട്ടോ. അപ്പോൾ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിവിടെ. അപ്പോൾ നല്ലപോലെ ഒന്ന് കുത്തി ഉടച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. നല്ലപോലെ അങ്ങ് കുത്തി ഉടച്ചതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലോട്ട് മല്ലിയിലൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. മല്ലിയില താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. പിന്നെ നമ്മൾ ഇതിലോട്ട് ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ സ്കിപ്പായി പോയതാണ്, വീഡിയോയിൽ പെട്ടിട്ടില്ല. അപ്പോൾ നിങ്ങളത് ചേർത്ത് കൊടുക്കണേ. അതും കൂടെ ചേർത്തതിന് ശേഷം ഞാൻ ഒന്ന് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നേ. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സവാള അരിഞ്ഞും കൂടെ ചേർത്തിട്ടുണ്ട്. ഇങ്ങനെ ചേർത്തിട്ട് കഴിച്ച് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. കട്ടൻ ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒരിക്കലും എങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടെ വേണം കേട്ടോ. അപ്പോൾ അത്രയുള്ള പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്